ഹായ് ടീച്ചേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ കഴിഞ്ഞ 2 വീഡിയോസ് ടീച്ചർ ഇൻ്റർവ്യൂ ടൈമിൽ യൂസ് ചെയ്യാനുള്ള ഡെമോ പി പി ടിനെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസ് കിട്ടി. അറ്റ് ദ സെയിം ടൈം ഐ ഗോട്ട് സം കൈൻഡ് ഓഫ് സജഷൻസ് ടു മേക്ക് അനദർ വീഡിയോ അബൌട്ട് ലിറ്റിൽ മോർ ഇൻ്റർവ്യൂ ടിപ്സ്. അപ്പോൾ ഈ വീഡിയോ കുറച്ചും കൂടി ഇൻ്റർവ്യൂ ടിപ്സ് പറയുന്ന വീഡിയോ ആണ്. അതിൽ ഫസ്റ്റ് കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു ടോപ്പിക്കും കിട്ടും. അപ്പോൾ കോള് കിട്ടുമ്പോൾ നമ്മൾ ഓക്കെ യെസ് മാത്രം പറയാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതായത് നമ്മൾ ഏത് സെക്ഷനിലാണ് ഇത് പഠിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഏത് ടോപ്പിക്കായാലും ചിലപ്പോൾ 5 to 8 സെക്ഷനിലാവും പഠിപ്പിക്കേണ്ടി വരിക, ചിലപ്പോൾ 9 to 12 സെക്ഷനിലാവും പഠിപ്പിക്കേണ്ടി വരിക, ചിലപ്പോൾ പ്രൈമറി അതായത് ഇയർ 1 ഇയർ 2 ഒക്കെ. ഈ 3 സ്ഥലത്തും നമ്മൾ എൻറ്റയർലി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീച്ചിങ് ആണ് നമ്മൾ ഉണ്ടാക്കുക. സോ നമ്മൾ എവിടെയാണ് ഇൻ്റർവ്യൂ എന്ന് നമ്മൾ ശരിക്കും ചോദിച്ച് മനസ്സിലാക്കണം. അതായത് ഏത് സെക്ഷനിലാണ് നമ്മൾ ശരിക്കും ചോദിച്ച് മനസ്സിലാക്കണം. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. നിങ്ങളതിൽ മെറ്റീരിയൽസ് ഉണ്ടാവും. നിങ്ങളെ മെറ്റീരിയൽസ് മാത്രം ഫോളോ ചെയ്യാതെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യൂട്യൂബിൽ കുറച്ചും കൂടി എക്സ്പ്ലനറ്ററി വീഡിയോസ് ഉണ്ടാവും. അതായത് ചിലപ്പോൾ എക്സ്പെരിമെന്റ്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ നല്ല നല്ല രസമുള്ള വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പോയിന്റ്സ് കിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ. കാരണം ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസ് പല ഡൗട്ട്സും ചോദിക്കും. നമ്മൾ ഇന്ന് വരെ വിചാരിക്കാത്ത ടൈപ്പ് ഡൗട്ട്സ് ചോദിക്കും. സോ അങ്ങനത്തെ കേസസിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ട് കുറച്ചും കൂടിയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇൻ്റർവ്യൂവിന് വരുമ്പോൾ നമ്മളൊരു 15 മിനിറ്റ്സ് മുന്നേ വരണം. അതായത് ഇപ്പം നമുക്ക് ടൈം ഒരു 10 o'clock ആണ് തന്നെങ്കിൽ നിങ്ങൾ 9:45 അവിടെ എത്തണം. കാരണം എന്താ വെച്ചാൽ ഈ ടൈം നമ്മൾ കൊടുക്കുന്ന നമ്മൾ HODs ഒക്കെ ഫ്രീ ആയിട്ടുള്ള ടൈം എപ്പോഴാണോ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഹെഡ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി സ്കൂളൊക്കെ കുറച്ച് ഫ്രീ ആവുന്ന ടൈം ആവും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അപ്പം ആ ടൈം കറക്റ്റായിട്ട് വരാൻ നോക്കുക. വന്ന ഉടനെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം തരും. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഫോമിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലൈക്ക് വൈ യു ആർ ലീവിങ് യുവർ കറണ്ട് ജോബ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ പഴയ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കുറേ എന്താ പറയുക കുറ്റങ്ങളൊന്നും പറയരുത്. നിങ്ങൾ യു വാണ്ട് ടു അപ്ഗ്രേഡ് യുവർ സെൽഫ്, അങ്ങനെ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കമൻസ് ആണ് അതിൽ എഴുതേണ്ടത്. ഒരു കാരണവശാലും പ്രീവിയസ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് അങ്ങനത്തെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതരുത്. അത് നിങ്ങളെ പറ്റിയൊരു ബാഡ് റിവ്യൂ ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ എക്സ്പെക്റ്റഡ് സാലറി, ഹസ്ബൻഡ് വിസയാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാവും അതിലുണ്ടാവുക. അതൊക്കെ വ്യക്തമായിട്ട് എഴുതണം. പിന്നെ അത് കഴിയുമ്പോൾ അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂവിന് നിങ്ങളെ HR വിളിക്കും. അപ്പോൾ HR നിങ്ങളുടെ അടുത്ത് ചോദിക്കുക കൂടുതലും എന്താ പറയുക, HR കൂടുതലും കാണേണ്ടി വരിക നിങ്ങളെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കാണിക്കാൻ പറ്റുമെങ്കിൽ അത് ബെസ്റ്റാണ്. സോ എപ്പോഴും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ കയ്യിൽ വെക്കുക. അത് സ്കൂളിലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ജസ്റ്റ് കാണിക്കുന്നു, എടുക്കുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, 2 കോപ്പി എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും 2 ഫോട്ടോസ്റ്റാറ്റ് കോപ്പീസും വേണം. അപ്പം കാരണം അതെന്തായാലും അവിടെ കൊടുക്കേണ്ടി വരും. സോ അങ്ങനെ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് തരിക. പിന്നെ നിങ്ങളുടെ ഒരു 3-4 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് എപ്പോഴും കയ്യിൽ വെക്കുക. പിന്നെ അത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ഒരു പെൻ എപ്പോഴും കയ്യിൽ വെക്കണം. സ്കൂളിൽ പോയിട്ട് ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആള് പെന്നൊക്കെ തരുമായിരിക്കും, പക്ഷെ എന്നാലും നമ്മുടെ കയ്യിലെല്ലാം ഉണ്ടാവുക കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഒരു പെന്ന് പറ്റുമെങ്കിൽ ഒരു പേപ്പർ കയ്യിൽ വെച്ചോണ്ടു. അപ്പം HR ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെ തന്നെയാവും. കാരണം നിങ്ങൾ എന്തിനാണ് പഴയ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ദിവസം എന്താണ് ജോലി ചെയ്യാതിരുന്നത്, അങ്ങനത്തെ കുറച്ച് നോർമൽ ക്വസ്റ്റ്യൻസ് ആവും. ആക്ച്വലി അവർക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ അതിനനുസരിച്ച് നല്ലൊരു പ്രസൻറ്റേഷൻ പ്ലാൻ ചെയ്തിട്ട് വേണം വരാൻ. ചെറിയ രീതിയിലൊന്ന് പഠിച്ചു വെക്കുകയൊക്കെ ചെയ്യാം. അപ്പം അതൊക്കെ HR-ൻ്റെ ഇൻ്റർവ്യൂവിൽ യൂസ്ഫുൾ ആവും. അപ്പോൾ അത് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അക്കാഡമിക് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ആവുക. അതായത് അക്കാഡമിക് ഇൻ്റർവ്യൂ ചെയ്യാവുന്നെങ്കിൽ ഹെഡ് ഓഫ് ദി സ്കൂൾ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഹെഡ് അല്ലെങ്കിൽ സെക്ഷൻ സൂപ്പർവൈസർ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ആവും. അപ്പം നിങ്ങൾ അവരെ മീറ്റ് ചെയ്യുന്നു. അവർ കൂടുതലും ഇപ്പോൾ പ്രിൻസിപ്പൾ ആണെങ്കിലും ഒരുവിധം എല്ലാ സ്കൂളിലത്തെ പ്രിൻസിപ്പൾക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു കാര്യം ആ സ്കൂളിൻ്റെ ക്ലാസ് മാനേജ്മെൻ്റ് ആണ്. സോ ഉറപ്പായിട്ടും പ്രിൻസിപ്പൾസ് ക്ലാസ് മാനേജ്മെൻറ്റിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. ആസ് പെർ ദ UAE സ്ട്രാറ്റജീസും കൂടി നോക്കിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യണം. പിന്നെ പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തു നിന്ന് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക കൂടുതലും AFL സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടാവും. സോ നിങ്ങൾ എങ്ങനത്തെ AFL ആണ് യൂസ് ചെയ്യാറ്, എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാറ്. ആഫ്റ്റർ ഈച്ച് ടോപ്പിക് AFL ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാവും. അപ്പം ഞാനും ടീച്ചേഴ്സിൻ്റെ അടുത്ത് അങ്ങനെ തന്നെയാണ് പറയാറ്. ആഫ്റ്റർ ഈച്ച് ടോപ്പിക്
നിങ്ങളുടെ സമയത്തിനനുസരിച്ച്. കാരണം 40 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ക്ലാസ് തീർക്കണം. സോ അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും ചെറിയ ടൈപ്പ് AFL, കുറേ സമയം എടുത്ത് ചെയ്യാത്ത ടൈപ്പ് AFL സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്യാമെന്ന് ഞാനും ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ്. പിന്നെ ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യാം, പിന്നെ സെൻ ചിൽഡ്രനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യാൻ, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്ക് പറഞ്ഞിട്ട് അവർ ചോദിക്കും, ഇപ്പം ഇന്ന ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സെൻ ചൈൽഡിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യുക ആക്ടിവിറ്റീസിൽ എന്നൊക്കെ. സോ നിങ്ങൾ എന്ത് ടോപ്പിക്ക് കിട്ടുകയാണെങ്കിലും ഈ സെൻ ചിൽഡ്രനെ കൊടുക്കാനുള്ള ഒരു വർക്ക്ഷീറ്റിനെ പറ്റി ഒരു ഐഡിയ വേണം. സ്കൂളിൽ വരുമ്പോഴും അതെ, വർക്ക്ഷീറ്റ്സ് ഉണ്ടാക്കുമ്പോൾ സെൻ ചൈൽഡിനുള്ള ഒരു വർക്ക്ഷീറ്റ് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കണം. പിന്നെ ഇത്രയും കാര്യങ്ങൾ, ഇങ്ങനത്തെ ചില കാര്യങ്ങളാവും പ്രിൻസിപ്പൾ ചോദിക്കുക. പിന്നെ HOD ഇൻ്റർവ്യൂസിനും അതെ, നമ്മൾ കൂടുതൽ സബ്ജക്റ്റ് റിലേറ്റഡ് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കുമെങ്കിലും നമുക്കും അറിയേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. AFL സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാറുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെ, പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ക്വസ്റ്റ്യൻസ് എപ്പോഴൊക്കെയാണ് ആഡ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളാവും HODs ഒക്കെ ചോദിക്കുക. അപ്പോൾ ഇതിന് ഏതിലെങ്കിലും ഇപ്പോൾ AFLO ക്രിട്ടിക്കൽ തിങ്കിങ് പാർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണം, കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യാം. അപ്പം HODസിൻ്റെയും പ്രിൻസിപ്പാൾസിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ഇതിനൊക്കെ പറ്റിയിട്ട് തന്നെയാവും. പിന്നെ അത് കഴിയുമ്പം ചിലപ്പം ഇയർ 9 to 12 സെക്ഷൻസിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം IGCSE സ്പെസിഫിക്കേഷൻസ് ഒക്കെ അവർക്ക് ക്ലിയർ ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഉണ്ടോ എന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. കൂടുതലും 9 to 12 സെക്ഷനിലാണ് പഠിപ്പിക്കാൻ പോകണമെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തരും. A level ഓർ AS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ തരാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവ് മൈ എക്സാം, കൊഗ്നിറ്റോ അങ്ങനത്തെ ചില വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവിടുന്ന് തന്നെയാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാറ്. ഞങ്ങൾ വേറെ ഒന്നും ക്രിയേറ്റ് ചെയ്യാറില്ല. സോ അവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ക്യൂ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. അപ്പം ഇതിനൊക്കെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സബ്ജക്ട് നോളജ് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഡെമോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങളടുത്ത് നാളെ ജോയിൻ ചെയ്യാൻ വരണം എന്ന് ആരും പറയില്ല. നിങ്ങളടുത്ത് പറയും നമ്മൾ HR വിളിക്കുന്നതായിരിക്കും, അങ്ങനെയൊക്കെ ആവും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം ഡെമോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ ചില സ്കൂൾസിൽ ആഫ്റ്റർ ദി ഡെമോ ആവും ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ ബിഫോർ ദി ഡെമോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോവാം. അപ്പം തന്നെ നിങ്ങളടുത്ത് നാളെ പഠിപ്പിക്കാൻ വരുമെന്നൊന്നും ആരും ചോദിക്കില്ല. നിങ്ങൾക്ക് സമാധാനമായിട്ട് വീട്ടിൽ പോവാം. പിന്നെ HR നിങ്ങളെ വിളിച്ച് അറിയിക്കും. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ്സിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും വീഡിയോ വേണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. വേറെ വീഡിയോയിൽ വീണ്ടും കാണാം.